ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം നമ്മുടെ വീട്ടിൽ അമ്മയും പപ്പയും സെബിന ചാച്ചനും ഒന്നുമില്ല. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഞാൻ, സിമിക്കുട്ടി, കുഞ്ഞു മാത്രമേ ഉള്ളൂ. കുഞ്ഞി അടങ്ങിയിരുന്നേ. ഇപ്പം ഞങ്ങൾ പുറത്ത് നിൽക്കുകയാണ്. രാവിലെ തൊട്ട് ഭയങ്കര മഴയായിരുന്നു. ഇപ്പം ചെറുതായിട്ട് പൊടിക്കുന്നേ ഉള്ളൂ. എങ്കിലും ഞാൻ പുറത്ത് നിൽക്കുകയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും. നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് അല്ലെങ്കിൽ റോഡിലോട്ട് പോകാനോ വേണ്ടിയിട്ടൊന്നും അങ്ങനെ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. കാരണം ഇവിടെയുള്ള മണ്ണുകളെല്ലാം ഒലിച്ചു പോകുമെന്ന് വെച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം മഴ നിന്ന് കഴിയുമ്പോൾ ഇത് താഴോട്ടങ്ങ് പതിച്ചോളും. അതുകൊണ്ടാണ് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നത്. അപ്പം ഇങ്ങനെ മഴ ഇങ്ങനെ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ഒരു തടാകം പോലെ ഇങ്ങനെ കിടക്കും വെള്ളം. ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതേപോലെ അമ്മ നമുക്ക് പുറത്ത് പോവാം, കളിച്ചാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അവളുടെ ഭാഷയിൽ അവൾ പറഞ്ഞു. അമ്മക്ക് അറിയാൻ പറ്റുമല്ലോ അവരെന്താണ്, നമ്മുടെ മക്കളുമാരെന്താണ് നമ്മളോട് ചോദിക്കുന്നതെന്നൊക്കെ അറിയാമല്ലോ. അപ്പം ഈ പ്രായത്തിലല്ലേ ഇവർക്ക് ഇതേപോലെ വെള്ളത്തിൽ കളിക്കാനോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. അപ്പം ഒട്ടുമിക്ക പിള്ളേർക്കും ഇതേപോലെ നമ്മൾ വെള്ളത്തിലിറക്കത്തില്ല, പനിയാണ്, മഴയിൽ കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പനി പിടിക്കും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. ഇവിടെ അമ്മയും പപ്പയൊന്നും സമ്മതിക്കത്തില്ല, മഴ നനയ്ക്കാനോ സമ്മതിക്കത്തില്ല. പക്ഷേ സെബിന ചാച്ചൻ 100% ഇതിലോടൊക്കെ യോജിക്കുന്നുണ്ട്. കാരണം ഈ പ്രായത്തിലല്ലേ ഒക്കെ മഴ നനയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ചിലരൊക്കെ എന്താ പറയുക, അങ്ങനെ ഇറക്കി വിടത്തില്ല, കളിക്കാനും അങ്ങനെ ആയിട്ടൊന്നും ഇറക്കി വിടത്തില്ല. ഞാനൊക്കെ എൻ്റെ കൊച്ചുനാളിലൊക്കെ ഇതേപോലെ ഞങ്ങളുടെ താഴ്വശം ഫുള്ള് വയലല്ലേ, ഞാൻ ഓൾറെഡി ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം വയലിലൊക്കെ പോവും, ഞങ്ങൾ പോച്ചയൊക്കെ പറിക്കാൻ പോകുമ്പോൾ ആ ഒരു ചെളിവെള്ളത്തിലൊക്കെ പുറവെള്ളത്തിലൊക്കെ നടക്കാറുണ്ട്. പക്ഷേ എനിക്കൊരു കുഴപ്പം വന്നിട്ടില്ല. അപ്പോൾ ഒരു ഇമ്മ്യൂണിറ്റി പവർ വേണം. അപ്പം ഇങ്ങനെയൊക്കെ പിള്ളേരെയൊക്കെ ഇങ്ങനെ കളിപ്പിക്കുക. അവർ ഈ സമയത്തല്ലാതെ കുഞ്ഞി പതുക്കെ അപ്പം ഇയാളിവിടെ കിടന്നിട്ട് ഇപ്പോൾ ഒരു ഫ്രീഡം കിട്ടിയല്ലേ, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഓവർ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയും ചാടുകയും ചെയ്യണം. അപ്പം ഞാനിങ്ങനെ ഒന്ന് ഗൈഡും കൂടി ചെയ്യുന്നുണ്ട് ഇടയിൽ കൂടെ. അപ്പം ഞാൻ വിചാരിച്ച ഒരു വീഡിയോ എടുക്കാമെന്ന്. അതാണ്. കുഞ്ഞി അടങ്ങിയിരുന്ന് കളിക്ക്. ഇപ്പം മഴയും കൂടിയാണ്, തുണിയൊക്കെ ഉണങ്ങി കിട്ടാനും കുറച്ച് പാടൊക്കെയാണ്. അതുകൊണ്ടൊരിത്. പിന്നെ പിള്ളേരിങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെയാണ് സാധിച്ചു കൊടുക്കാതിരിക്കുക. അപ്പം സെബിന ചാച്ചൻ സമ്മതിക്കും. സെബിന ചാച്ചനാണെങ്കിൽ ഇന്നലെ മഴ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അച്ഛൻ കടയിലോട്ട് പോയത്. അപ്പോൾ സെബിന ചാച്ചൻ ഇതേപോലെ നല്ല മഴയൊക്കെ പെയ്തപ്പോൾ ഇതേപോലെ ഇന്നലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും ശരിക്കും വെള്ളം ഉണ്ടായിരുന്നു. ഒരു കായൽ പോലായിരുന്നു നമ്മുടെ ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടന്നത്. നല്ല മഴയുണ്ടായിരുന്നു. ഇന്നത്തെ അപേക്ഷിച്ച് ഇന്നലെ നല്ല മഴയായിരുന്നു. അപ്പോൾ വെള്ളത്തിലിങ്ങനെ ഇറക്കി വിട്ട് അവൾ ഭയങ്കര കളിയും ചിരിയും ഒക്കെ ആയിരുന്നു. പിന്നെ ലാസ്റ്റ് വീട്ടിനകത്ത് കയറുന്നില്ല എന്ന് വരെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ പൊക്കി എടുത്തോട്ട് പോയിട്ട് പിന്നെ കുളിപ്പിച്ച് റെഡിയൊക്കെ ആക്കി ആണ് അവളെ എടുത്തത്. അപ്പം ഇപ്പം ഇങ്ങനെ കളിക്കുകയാണ്. ഞാൻ പിന്നെ ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു വലിയൊരു മരമില്ലേ, ഈ മരത്തിൻ്റെ പേരാണ് മുള്ളുരുക്കെന്നാണ് ഇത്. ഈ മരത്തിൻ്റെ പേര് താണ്ട് ഇതിനകത്ത് വേണ്ട മുള്ളൊക്കെ ഉണ്ട് കണ്ടോ, സൂം ചെയ്ത് കാണിക്കാം. എന്താണ്ട് ഇത് മുള്ളാണിത് കണ്ടോ, ഇതിൽ മൊത്തം എന്താണ്ട് മുള്ളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ മുള്ളുരുക്കിൻ്റെ നമ്മുടെ ഒരു തണൽ വൃക്ഷം ആണെന്ന് തന്നെ പറയാം നമ്മുടെ വീട്ടിൽ. അപ്പം അതിൻ്റെ മൂട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോഴാണെങ്കിലും മഴയോ വെയിലോ ഒക്കെ ആവുകയാണെങ്കിൽ അവന് ഈ പുറത്തോട്ട് അങ്ങനെ ഇറങ്ങത്തില്ല. ഈ കാർപോർച്ചിൻ്റെ ആ ഭാഗം വരെ വരും. അവനിങ്ങനെ ഈ തണുപ്പും വെയിലും ഒന്നും അടിക്കുന്ന ഓവർ ഇഷ്ടമുള്ള കാര്യം. നമ്മുടെ കോഴികൾ അതിനെ ഞാനങ്ങ് പൂട്ടിയാട്ടോ. അങ്ങനെ നിൽക്കുന്നു. എത്രയെന്ന് വെച്ചിട്ടാണ് വീട്ടിനകത്തിരിക്കുന്നില്ല ഗൈസ്. കുഞ്ഞൂന് ഉച്ചയ്ക്കുള്ള ഫുഡൊന്നും കൊടുത്തിട്ടില്ല, ഇനി അവൾക്ക് കൊടുക്കണം. സിമുക്കുട്ടിക്ക് അമ്മയും പപ്പയും കൊടുത്തിട്ടാണ് പോയത്. ഇനി അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ നല്ല പാട്ടൊക്കെ കേട്ട് നല്ല ഉഷാറായിട്ട് കിടക്കുന്നു. നമ്മുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ റെഡിയാണ്, എല്ലാം സെറ്റാണ്. സോ ഇപ്പം കുറച്ച് നേരം അവൾ അവിടെ നിന്ന് കളിക്കട്ടെ. അതിനുശേഷം നമുക്ക് എങ്ങനെയും ഒക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് അകത്ത് കയറ്റാം. ഓക്കെ. ഇവിടെ പിന്നെ ഒരു ദിവസം തന്നെ ഈ പോച്ച ചെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആളെ വിളിക്കുകയാണെങ്കിൽ ഒരു ദിവസം ആ ആൾ മേടിക്കുന്നത് 1000 രൂപയാണ്. അതുകൊണ്ട് പിന്നെ പപ്പ പറഞ്ഞ് ഇതേപോലെ ഞാനങ്ങ് ചെത്താമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പപ്പ കുറേ ദിവസം നിന്നിട്ടാണെങ്കിൽ ഇതേപോലെ ഫുള്ള് നമ്മുടെ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ചെത്തി എല്ലാം വൃത്തിയാക്കി. ഇപ്പോൾ ഒരു മഴ പെയ്തതിന് ശേഷം നോക്കി പോച്ച നിൽക്കുന്ന അങ്ങ് തുരുതുരാ അങ്ങ് നിൽക്കും കണ്ടോ. ഇതാണ് അവിടുത്തെ അവസ്ഥ. എല്ലാവരുടെയും വീട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ
അപ്പം പിന്നെ ഈ പട്ടാളമൊക്കെ ആയതുകൊണ്ട് അപ്പം BSF ആയിരുന്നല്ലേ, അതായതുകൊണ്ട് പപ്പയ്ക്ക് ഈ വൃത്തിയുടെ ഒരു പ്രാന്തുണ്ട് കേൾക്കണ്ട. അപ്പം വൃത്തി എന്താ പറയുക, എപ്പോഴും വീടെല്ലാം നല്ല വൃത്തിയായിരിക്കണം, അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പം നമ്മൾ കഴിവതും എല്ലാം വൃത്തിയാക്കിയിടും. പിന്നെ പോച്ചയൊക്കെ നിൽക്കുന്ന കാണുമ്പം പപ്പ ഇതേപോലെ ഒരു തൂമ്പയോ അല്ലെങ്കിൽ മുന്താലിയൊക്കെ എടുത്തുകൊണ്ട് അങ്ങ് ഇറങ്ങും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പയ്ക്ക്. കുഞ്ഞ് അടങ്ങിയിരി കുഞ്ഞ്, മണ്ണ് മാനയിടുന്നു. ബാ എന്നാ ബാ കയറാം, ബാ എന്നാ കളിക്ക്. നമ്മുടെ ബസ് പോകുന്നു. ഇപ്പം സമയം എത്രയായി നോക്കട്ടെ, 11:45 ബസ്സുണ്ട്. ആ ബസ്സാണ് പോയത് കേട്ടോ. ഒരു 12 മണി കഴിഞ്ഞപ്പോൾ സെവിന ചാച്ചനാണെങ്കിൽ കടയിൽ നിന്ന് വന്നു, ബ്രെഡ് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാനായിട്ടിരുന്നു. അപ്പം ചോറും പിന്നെ മത്തി ഉണ്ടല്ലോ, നല്ല മത്തി കിട്ടിയായിരുന്നു. അപ്പം മത്തി മുളകിട്ടതും പിന്നെ ബീറ്റ്റൂട്ട് തോരനും പിന്നെ ഉള്ളത് പരിഞ്ഞിൽ ശരിക്കും ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ തൈരും ഇരിപ്പുണ്ട്. അപ്പോൾ അത് കൂട്ടിയിട്ട് നമ്മൾ കഴിക്കുന്നത്. കുഞ്ഞുവിന് ഓൾറെഡി കൊടുത്തു. അതിന് ശേഷം അവളെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ കഴിക്കാനിരുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലെല്ലാം ഇങ്ങനെ നിരത്തിയൊക്കെ വെച്ച്, അപ്പം അച്ഛൻ ഓൾറെഡി കഴിക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കുറച്ച് ലേറ്റായെന്ന് മാത്രം. അപ്പം നമ്മൾ ചോറിലോട്ട് ഞാൻ കുഞ്ഞുവിനെടുത്ത ആ പ്ലേറ്റിൽ തന്നെയാണ് ഞാൻ ചോറ് വിളമ്പിയത് കേട്ടോ, വേറെ പ്ലേറ്റ് എടുക്കണ്ട അത് വിചാരിച്ചിട്ട്. അപ്പം ചോറും നല്ല ചൂട് ചോറായിരുന്നു, ചൂട് ചോറും മീൻകറിയും പിന്നെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് തൈരും ഒക്കെ ഒഴിച്ച് കുറച്ച് പരിഞ്ഞിലും കൂടെ എടുത്തതിന് ഭയങ്കര ഇഷ്ടമാണ് പരിഞ്ഞിൽ. അപ്പോൾ അതും എടുത്ത് പിന്നെ ബീറ്റ്റൂട്ട് തോരൻ അതും കൂടെ എടുത്തിട്ട് എന്താ പറയുക, ഇങ്ങനെ ഞെവിടി അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒന്നാണ്. ഉട്ടാപ്പിക്കുള്ള ചോറാട്ടോ. ഇതാ ബാ, അവൻ്റെ പാത്രം തപ്പട്ടെ പോയി. പിന്നെ അവൻ്റെ പാത്രം തപ്പി എടുത്തിട്ട് ഞാൻ ആ ചോറ് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ രാവിലെ അവനൊന്നും കൊടുക്കുന്നതാണ്, പക്ഷെ ഇന്ന് പുട്ടായതുകൊണ്ട് അവനൊന്നും കൊടുക്കാൻ പറ്റിയില്ല. കഴിച്ചു, പെട്ടെന്ന് കഴിക്കും. നല്ല മീൻകറിയും ചോറുമാണ്, പെട്ടെന്ന് കഴിക്കും. ഈ വെള്ളവും കൂടെ അങ്ങ് മാറ്റാം കേട്ടോ. വെള്ളമുണ്ടേ.